കലിപ്പൻ പോലീസിന്റെ കാന്താരി പെണ്ണ്. രചന മുബീന മുബി. അവതരണം ഷാവുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. നച്ചു കഴിഞ്ഞില്ലേ? ആ പിള്ളേരെ അവിടെ കാത്തു നിൽക്കുക. ആ കഴിഞ്ഞു പത്രാമേ എന്ന് പറഞ്ഞ് ഭദ്രയെ കെട്ടിപ്പിടിച്ച് അവരുടെ കവിളിലൊരു ഉമ്മയും കുസൃതിയോടൊരു ചെറിയ കടിയും നൽകി അവൾ. ഡി പെണ്ണെ, നിനക്ക് ഞാൻ തരുന്നുണ്ട് കേട്ടോ, അമ്മ കൃത്രിമ ഗൗരവത്തോടെ പറഞ്ഞു. അയ്യോ, അപ്പോഴേക്കും അമ്മ ചൂടായോ? ഞാൻ സ്നേഹം കൊണ്ട് ചെയ്തല്ലേ എൻ്റെ അമ്മക്കുട്ടി. മതി, ആ കുട്ടികളെ കാത്തിക്കുന്നു, വേഗം പോയി വാ. പിന്നെ ഒരുപാട് വൈകരുത്, നേരത്തെ എത്തണം. ശരിയമ്മേ, ഞാൻ പോട്ടെ, അച്ഛനോട് പറഞ്ഞേക്ക്. അതും പറഞ്ഞ് ആളോടൊന്ന് ഓടി. ഇതാണ് നക്ഷത്ര വിശ്വനാഥ്, ആനിമംഗലം വിശ്വനാഥിന്റെയും ഭദ്രാ വിശ്വനാഥിന്റെയും ഏകമകൾ. ആളുടെ സ്വന്തം നെച്ചു. ഡിഗ്രി 3-ാം വർഷം വിദ്യാർത്ഥിയാണ് കക്ഷി. ആളൊരു ഒന്നാന്തരം വായാടിയും അതുപോലെ തന്നെ അസലൊരു കുറുമ്പിയുമാണ്. വീട്ടിലെ ഏകമകളായതുകൊണ്ട് തന്നെ ആ കുറുമ്പിന് അല്പം വട്ടും കൂടുതലാണ്. ഇന്ന് ഞായറാഴ്ച കൊണ്ട് തന്നെ തന്റെ ചങ്ക് കൂട്ടുകാർക്കൊപ്പം കറങ്ങാനിറങ്ങിയതാണ് നെച്ചു. ഗായ്സ്, ഞാനെത്തി, നമുക്ക് ഇട്ടാലോ? ഓ പെണ്ണെ, എത്ര നേരം ഞങ്ങൾ കാത്തിക്കുന്നു, ദിയ പറഞ്ഞു. ദിയ, കാവ്യ, ഇഷൽ മെഹക് എന്നിവരാണ് നെച്ചുവിന്റെ ചങ്ങാതിമാർ. 1-ാം ക്ലാസ് മുതൽ ഡിഗ്രി വരെ ഒരുമിച്ച് പഠിച്ചവർ. എന്റെ ദിവസേ സൺഡേ അല്ലേ, എഴുന്നേക്കാൽപ്പോ വൈകിപ്പോയി, ആകെ കിട്ടുന്ന ഒരു അവധി ദിവസമല്ലേ, നെച്ചു മെല്ലെ പറഞ്ഞു. ഓ മതി വർത്താനം പറഞ്ഞ്, വേഗം വാ, സിനിമയ്ക്ക് ടിക്കറ്റ് ഇട്ടില്ല. ഇഷു ധൃതി കൂട്ടി. അവർ 4 പേരും കൂടി മാളിൽ പോയി സിനിമ കണ്ട് ഇറങ്ങി. സിനിമ പൊളിച്ചല്ലേ, കാവ്യ ആവേശത്തോടെ പറഞ്ഞു. ഇനിയൊന്നും പറയണ്ട, നമുക്ക് വേഗം പോയി ഫുഡ് കഴിക്കാം, നെച്ചു തന്നെ വിശപ്പ് പ്രകടിപ്പിച്ചു. ഓ, സിനിമ കാണുമ്പോഴുള്ള പോപ്കോൺ ഐസ്ക്രീം മുഴുവൻ തട്ടിയ നീയല്ലേ, ഇത്രയ്ക്ക് വിശക്കുന്നതിന്റെ വയറ്റിൽ കൊക്കപ്പുഴ വല്ലതും ഉണ്ടാവും, ഈശയിൽ കളിയാക്കി. ഓടി, രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, പിന്നെ ഐസ്ക്രീം പോപ്കോൺ ഒന്നും എങ്ങും ആയില്ല, ഞാനും ചെയ്യാൻ ഇഷു. എനിക്ക് വിശപ്പോ മാനിയാലിടി, നച്ചു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നിന്റെ ഒരു വിശപ്പോ മാനിയ. ദിയെ ചിരിച്ചുകൊണ്ട് അവരെയും കൂട്ടി ഭക്ഷണം കഴിക്കാൻ പോയി. അങ്ങനെ ഭക്ഷണം കഴിഞ്ഞ് ഷോപ്പിംഗ് പൂർത്തിയാക്കി മാളിലൂടെ നടക്കുമ്പോൾ ഒരാൾ ഓടി വന്ന് പെട്ടെന്ന് നച്ചുവിന്റെ മേൽ തട്ടി വീണു. അങ്ങനെ വീണ ആഘാതത്തിൽ നെച്ചുവിന്റെ കയ്യിലുണ്ടായിരുന്ന കവറുകളും ഫോണും നിലത്തി വീണു. ദേഷ്യം വന്ന് നെച്ചു അവിടുന്ന് എഴുന്നേറ്റ് ഓടാൻ പോയി അവളെ പിടിച്ചു നിർത്തി. എന്തിനാ തനിക്ക് കണ്ണാടില്ലേ? എന്റെ ഫോൺ താഴെ വീണാണ്ടില്ലേ? താൻ ആരുടെ അമ്മയ്ക്ക് വായു പിടിക്ക് വാങ്ങാൻ പോടാ ഇത്ര ധൃതിയിൽ? നെച്ചു കടുപ്പത്തിൽ ചോദിച്ചു. ഏയ്, അയാൾ അലറി. ഞാൻ ആരാണെന്ന് എനിക്കറിയോ? ഒരു നിമിഷം അയാളുടെ ആ ഗൗരവം കണ്ട് പേടിച്ചെങ്കിലും നച്ചു വിട്ടുകൊടുത്തില്ല. താൻ ആരെങ്കിലും എനിക്കെന്താടോ? നെച്ചു, വേണ്ട, ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട്, ദേ നമുക്ക് പോവാം. ദിയ അവളെ ശാന്തിയാകാൻ ശ്രമിച്ചു. എന്റെ ഫോൺ പൊട്ടി തീയും, ഈ പൊട്ടൻ കാരണം, നെച്ചു സങ്കടവും ദേഷ്യവും കലർന്ന സ്വരത്തിൽ പറഞ്ഞു. അയാൾ ദേഷ്യം കൊണ്ട് കൈമുഷ്ടി ചുരുട്ടി പിടിച്ചു. വിടന്നെ എന്ന് പറഞ്ഞ് അവളെ തള്ളിമാറ്റി അയാൾ ഓടി. കൂട്ടുകാർ 3 പേരും ചേർന്ന് നച്ചുവിനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അവിടെ നടക്കുമ്പോഴെല്ലാം കാലൻ ഭ്രാന്തനെ നെച്ചു പിറുപിറുക്കുന്നുണ്ടായിരുന്നു. പാവം നെച്ചു, താൻ തല്ലുകൂടിയത് ഒരു അസിസ്റ്റന്റ് സൂപ്രണ്ട് ഓഫ് പോലീസിനോടാണെന്ന് അവൾ അറിഞ്ഞിരുന്നില്ല. ASP ധ്രുവകൃഷ്ണയായിരുന്നു അത്. ഒരു ക്രിമിനലിന്റെ പിന്നാലെ ഓടി വന്നായിരുന്നു അവൻ. യൂണിഫോമിലല്ലാത്തതുകൊണ്ടാണ് അവർക്ക് ആളെ മനസ്സിലാവാതിരുന്നത്. അവിടുന്ന് ഓടിപ്പോയ ധ്രുവിന് പക്ഷേ ആ ക്രിമിനലിനെ കണ്ടെത്താനായില്ല. ദേഷ്യം സഹിക്കാനാവാതെ അവൻ തന്നെ ജീപ്പിന്റെ ബോട്ടിൽ മുഷ്ടിയുരുട്ടി ഇടിച്ചു. ഏത് നേരത്താണാവോ ആ പുന്നാരമോളെ കണ്ടുമുട്ടിയത്, ധ്രുവ് ദേഷ്യത്തോടെ പറഞ്ഞു. ഒരു ക്രിമിനലിനെ പിടിക്കേണ്ട നിർണായക നിമിഷത്തിലാണ് അവളൊരുത്തി വഴിയിൽ ചാടി വീണത്. അവൻ ദേഷ്യത്തോടെ പല്ലിറുമി. അതേസമയം മാളിൽ വെച്ച് മൂഡ് ഓഫായ നെച്ചുവിനെ സമാധാനിപ്പിക്കാൻ കൂട്ടുകാർ പെടാപ്പാട് പിടിക്കുകയായിരുന്നു. പോട്ടെ നെച്ചു, സാരല്ലടാ, ഫോൺ ഡിസ്പ്ലേ മാത്രമേ പോയിട്ടുണ്ടാവുള്ളൂ, ശരിയാക്കാം, കാവ്യോളെ ആശ്വസിപ്പിച്ചു. ശരിയാക്കാം എന്നല്ല, ആ കാലിനെ കൊണ്ട് തന്നെ ഞാനിത് പുതിയത് വാങ്ങിപ്പിക്കും, എന്റെ കൈ കിട്ടാണ്ടിരിക്കില്ല അവൻ, നെച്ചു ദേഷ്യത്തോടെ തന്നെ തകർന്ന ഫോണിലേക്ക് നോക്കി പറഞ്ഞു. അവൻ തള്ളി മാറ്റിയപ്പോൾ എനിക്ക് എവിടെയെങ്കിലും വേദനിച്ചോ നെച്ചു? ഈശ്വൽ ചോദിച്ചു. എന്റെ കൈമുണ്ടിന് ചെറിയൊരു വേദനയുണ്ട്, പക്ഷെ അതൊന്നുമില്ല, എന്നെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തള്ളി മാറ്റിയിട്ട് പോയില്ലേ, ആ നാണക്കേടാ എനിക്ക് സഹിക്കാൻ പറ്റാത്ത. നെച്ചുവിന്റെ ചുണ്ടുകൾ സങ്കടം കൊണ്ട് കോടി. വീട്ടിലെത്തിയപ്പോഴും നെച്ചുവിന്റെ മുഖം ഇരുണ്ടിരുന്നു. സാധാരണ വീട്ടുപടിക്കൽ എത്തുമ്പോഴേ പാട്ടുപാടിയും ബഹളം വെച്ചും കയറി വരുന്ന മകളുടെ പെട്ടെന്നുള്ള ഈ മാറ്റം ഭദ്രാമ ശ്രദ്ധിച്ചു. എന്താ മോളെ, മുഖമൊക്കെ വാടിയിരിക്കുന്നത്, സിനിമ ഇഷ്ടപ്പെട്ടില്ലേ? അമ്മ ചോദിച്ചു. അതൊന്നല്ലമ്മേ, വഴിയിൽ വെച്ചൊരു ഭ്രാന്തം വന്നിടിച്ചു, എന്റെ ഫോൺ ഇതാ. തകർന്ന ഫോൺ അവൾ അമ്മയുടെ കൈകളിലേക്ക് കൊടുത്തു. അയ്യോ, ഇതെങ്ങനെ പറ്റി? നിനക്ക് വല്ലതും പറ്റിയോ? ഭദ്ര പരിഭ്രാന്തിയുടെ മകളെ നോക്കി. എനിക്ക് കുഴപ്പമൊന്നുമില്ല അമ്മേ, ദേഷ്യം വന്നിട്ട് പാടില്ല. ആൾ മുറിയിലേക്ക് നടന്നു. തലേ ദിവസത്തെ ഫോൺ തകർന്ന സങ്കടവും ദേഷ്യമൊന്നും നച്ചുവിന്റെ മനസ്സിൽ നിന്നൊട്ടും മാറിയിട്ടുണ്ടായിരുന്നില്ല. പിറ്റേന്ന് രാവിലെ കോളേജിൽ പോകാനായി നെച്ചുവും ദിയും കാവ്യേഷിലും പതിപോലെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്. എന്റെ നെച്ചു, നീ ഇപ്പോഴും ആ മോളിലാണ്, ഒന്ന് ചിരിക്കടാ, ദിയ അവളോട് പറഞ്ഞു. എങ്ങനെ ചിരിക്കാനാ ദിയും, എന്റെ ഫോണിന്റെ കാര്യം ഓർക്കുമ്പോഴാ, ആ കാലിന് മാത്രം എന്റെ കയ്യിൽ നിന്ന് കിട്ടിയാൽ മതിയായിരുന്നു, നെച്ചു ദേഷ്യത്തോടെ പല്ലിറുമി. അപ്പോഴാണ് ദൂരെ നിന്ന് സൈറൻ മുഴക്കിക്കൊണ്ട് ഒരു പോലീസ് ജീപ്പ് വരുന്ന അവർ കണ്ടത്. ബസ് സ്റ്റോപ്പിൽ നിന്ന ആളുകളെല്ലാം കൗതുകത്തോടെ നോക്കി. ആ ജീപ്പ് നേരെ വന്നിന്ന് നെച്ചുവും കൂട്ടുകാരും നിൽക്കുന്നതിന്റെ തൊട്ടു മുമ്പിലാണ്. ജീപ്പിന്റെ ഡോർ തുറന്ന് കട്ട ലുക്കിൽ ഫുൾ പോലീസ് യൂണിഫോമിൽ കണ്ണിൽ കറുത്ത കൂളിംഗ് ഗ്ലാസും വെച്ച ഒരാൾ പുറത്തേക്ക് ഇറങ്ങി.
ഗാംഭീര്യമുള്ള ആ നടപ്പ് കണ്ട് ബസ് സ്റ്റോപ്പിലുള്ളവർ പോലും ഒരു നിമിഷം ശ്വാസമടക്കി നിന്നുപോയി. പക്ഷെ നച്ചു ഇപ്പോഴതൊന്നും ശ്രദ്ധിക്കാതെ ഇന്നലത്തെ കാര്യങ്ങൾ ആലോചിച്ചുള്ള ചിന്തയിലായിരുന്നു. നെച്ചു, കാവ്യ അവൾക്ക് നേരെ കൈവീശി പരിഭ്രമത്തോടെ വിളിച്ചു. എന്താടി കാവ്യ, എന്തെങ്കിലും വിളിച്ചു പോന്ന്? നെച്ചു ദേഷ്യത്തോടെ ചോദിച്ചു. അങ്ങോട്ട് നോക്കടി പുല്ലേ, കാവ്യ പേടിയോടെ പറഞ്ഞു. നെച്ചു അങ്ങോട്ട് നോക്കിയതും ദ്രൗപതിയെ കണ്ണിലെ കൂളിംഗ് ഗ്ലാസ് മാറ്റി നേരെ നോക്കിയ നെച്ചുവിന്റെ മുഖത്തേക്കാണ്. അയാളുടെ മുഖം കണ്ടതും നെച്ചുവിന്റെ ശ്വാസം അപ്പടി നിലച്ചു. കണ്ണു രണ്ടും തള്ളി വന്നു. വായ അത്ഭുതം കൊണ്ടും പേടി കൊണ്ടും അല്പം തുറന്നുപോയി. ആളുടെ സകല കിളികളും ദാ പറന്നുപോയിരിക്കുന്നു. തലേ ദിവസം ആളിൽ വെച്ച് താൻ കോളറിന് പിടിച്ച് ആരുടെ അമ്മയ്ക്ക് വായു ഗുളിക വാങ്ങാൻ പോകണമെന്ന് ചോദിച്ച് തല്ലുകൂടി അതേ ഭ്രാന്തൻ. നെച്ചു, ഇത് ഇന്നലത്തെ? കാവ്യ പേടിച്ച് വിറച്ചുകൊണ്ട് നെച്ചുവിന്റെ കയ്യിൽ നിന്നുള്ളി. ദിയക്കും മിഷലിനും കാര്യം മനസ്സിലായതോടെ അവരുടെയും കാറ്റുപോയി. ദ്രൗപതിയും നെച്ചുവിന്റെ അടുത്തേക്ക് നടന്നു വന്നു. ആളുടെ മുഖത്ത് ആ ഭയവും കിളിപോയ അവസ്ഥയും കണ്ടപ്പോൾ അവന്റെ ചുണ്ടിലൊരു പരിഹാസച്ചിരി വിരിഞ്ഞു. അവൻ നെച്ചുവിന്റെ തൊട്ടുമുമ്പിൽ വന്നൊന്ന് കുനിഞ്ഞ് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി കടുപ്പത്തിൽ ചോദിച്ചു. എന്താണോ, തനിക്ക് നാട്ടിലെ അമ്മയ്ക്ക് വായുഗുളിക വാങ്ങാൻ പോകണ്ടേ? നെച്ചുമി നീരിറക്കിക്കൊണ്ട് ഒരു അക്ഷരം മിണ്ടാനാവാ തരിച്ചിന്ന് പോയി. എന്താണ് നിനക്ക് നാവില്ലേ? ഇന്നലെ എന്തായിരുന്നു അവിടെ ഒരു ഷോ? ദ്രൗ കടുപ്പിച്ച് പറഞ്ഞു. സോറി സർ, അതിന്നലെ ആളറിയാൻ സംഭവിച്ചു പോയതാ. നെച്ചു പതുക്കെ പറഞ്ഞു. നിന്റെ ഒരു സോറി പോയി പണി നോക്കടി. എന്താണ് നിന്റെ പേര്? നക്ഷത്ര വിശ്വനാഥ്. ഓ നക്ഷത്ര, നിന്നെ കൊണ്ട് ഞാൻ നക്ഷത്ര എണ്ണിക്കൂടി പുല്ലേ. നീ കാരണം ഒരു ക്രിമിനലിനെയാ എനിക്ക് കൈവിട്ടു പോയത്. നിന്നെ പിടിച്ച് ലോക്കപ്പിലിടാൻ അറിയാനിട്ടല്ല, വേണ്ടെന്ന് വെച്ചതാ. ആ ക്രിമിനലിനെ എനിക്ക് കിട്ടിയില്ലെങ്കിൽ നിനക്ക് ഞാൻ കാണിച്ചു തരാം. ധ്രുവ് ദേഷ്യത്തോടെ വിരൽച്ചുകൊണ്ടി. അയ്യോ, ഇതെങ്ങോട്ടേ പറഞ്ഞു പോകുന്നു. എനിക്കൊരു തെറ്റുപറ്റി, അത് ഞാൻ സോറിയും പറഞ്ഞല്ലേ. ഇയാളെന്തൊക്കെയാ പറയുന്നു? നെച്ചു മതി, ബസ് വന്നു, ഇങ്ങോട്ടേക്ക് വന്നേ. നീ അവളെ ബസ്സിലേക്ക് വലിച്ചേറ്റാൻ ശ്രമിച്ചു. സർ, അവൾക്കൊരു തെറ്റുപറ്റി പോയതാ, സാർ ക്ഷമിക്കണം എന്നവനോട് പറഞ്ഞുകൊണ്ട് അവർ വേഗം ബസ്സിൽ കയറി. എന്തൊരു ജാടയാണ് അവൾക്ക്, അവളെ എന്റെ കൈ കിട്ടും. ധ്രുവ് ദേഷ്യത്തോടെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ജീപ്പിലേക്ക് കയറി. ബസ്സിൽ കയറി ഉടനെ ദിയ ചോദിച്ചു. എന്റെ പൊന്നു നെച്ചു, നീ ഇത് എന്ത് ഭാഷ അവളോട് ഇങ്ങനെ തർക്കുത്തരം പറഞ്ഞു? അതെനിക്കറിയോ ദിയോ, അയാൾ SP ആണെന്ന് അറിയാവുന്ന പറഞ്ഞു പോയതാ. ഇന്ന ആള് പറഞ്ഞൊക്കെ നീ കേട്ടല്ലേ, പിന്നെ ഞാനെന്ത് ചെയ്യാനാ? നെച്ചു സങ്കടത്തോടെ പറഞ്ഞു. എന്നാലും മോളെ, ഇനി നിന്നെയാണ് വെറുതെ വിടാൻ തോന്നുന്നുണ്ടോ? ഇഷു ചോദിച്ചു. എന്റെ പൊന്നു ഇഷു, ഞാനത് മറക്കാൻ നിൽക്കുക, എന്നെ വീണ്ടും ഓർമ്മിപ്പിക്കലേ പൊന്നെ. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഇതിനിടയിൽ ധ്രുവ് നച്ചുവിനെ കണ്ടാൽ കടുപ്പിച്ച് നോക്കും. അവൾ തിരിച്ചയാളെ പുച്ഛിക്കാനും മറന്നില്ല. അങ്ങനെ ഇരിക്കെ ഒരു അവധി ദിവസം 4 പേരും കൂടി വീടിനടുത്തുള്ള ഒരു കുളവും പാടവും കാണാൻ ഇറങ്ങി. കണ്ട പാടത്തും പറമ്പത്തൊക്കെ നടന്ന് ആർ കുറച്ച് ദൂരെ എത്തി. അപ്പോഴാണ് ദിയ പെട്ടെന്ന് വിളിച്ചു പറഞ്ഞ്. നെച്ചു, അങ്ങോട്ട് നോക്ക്, മാങ്ങ. അയ്യോ, നല്ല ഒന്നാന്തരം മാങ്ങ. നെച്ചുവിന്റെ കണ്ണുകൾ തിളങ്ങി. എന്നെ നച്ചു, അത് ആരുടെ വീടാന്ന് പോലും നമുക്ക് അറിയില്ല കേട്ടോ. ഇഷോളെ തടയാൻ നോക്കി. അതിനെന്താണ്, ആരായാലും നമ്മൾ ഒളിച്ച് മാങ്ങ പൊട്ടിക്കുന്നു. അവിടെ ആരും ഉള്ള പോലെ തോന്നില്ല, ഒരു മാങ്ങയല്ലേ, പിന്നെ ഇതൊക്കെ രസമല്ലേ. നെച്ചു വീടാൻ ഭാവമില്ലായിരുന്നു. എന്നാ നെച്ചു, നീ മരത്തിൽ കയറിക്കോ, കാവ്യ പ്രോത്സാഹിപ്പിച്ചു. ബാക്കി 3 എണ്ണം താഴെ കാവൽ നിന്നു. നെച്ചു പതിയെ മരത്തിൽ കയറി മാങ്ങ പൊടിക്കാൻ തുടങ്ങി. നെച്ചു, അതല്ല മറ്റേത്. താഴെ നിന്ന് കൂട്ടുകാരികൾ നിർദ്ദേശങ്ങൾ വരുന്നുണ്ടായിരുന്നു. ധ്രുവ ആ സമയത്താണ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. വളപ്പിൽ നിന്ന് ആരോ സംസാരിക്കുന്ന ശബ്ദം കേട്ടവൻ പതിയെ അങ്ങോട്ട് നടന്നു. അവിടെ ചെന്ന് നോക്കുമ്പോൾ ബ്ലാക്ക് സ്കേർട്ടും വൈറ്റ് ടോപ്പും ഇട്ടത് മരത്തിന്റെ മുകളിൽ നിന്ന് മാങ്ങ പൊട്ടിക്കുന്നത് നെച്ചു. താഴെ അവൾക്ക് ഡയറക്ഷൻ കൊടുത്തുകൊണ്ട് നിൽക്കുന്ന മറ്റു 3 എണ്ണം. അവൻ പതി അവിടെ തൊട്ടുപിറകിലേക്ക് നടന്നു ചെന്നു. എന്താണ് ഇവിടെ? ധ്രുവ് കലിപ്പിൽ ചോദിച്ചു. ദേവിയേ! ആ ശബ്ദം കേട്ട് നെച്ചു അറിയാതെ വിളിച്ചുപോയി. താഴെ നിന്ന് 3 എണ്ണം വായ പൊളിച്ച് തരിച്ചു നിന്നു. നീ താഴോട്ട് ഇറങ്ങുന്നില്ലേ? ധ്രുവ് കടുപ്പത്തിൽ വിളിച്ചു ചോദിച്ചു. കയ്യിൽ പകുതി അടിച്ച മാങ്ങയുമായി അവൾ പേടിച്ച് വിറച്ച് പതിയെ മരത്തിൽ നിന്ന് താഴെ ഇറങ്ങി. നിങ്ങളിപ്പോ മോഷണം തുടങ്ങിയോ? 4 എണ്ണത്തിനെയും പിടിച്ച് ഞാൻ അകത്തിടും, ധ്രുവ് കടുപ്പിച്ച് പറഞ്ഞു. അയ്യോ, ഇത് ഞങ്ങൾക്കറിയുന്ന ആളുകളുടെ വീടാ, ഞങ്ങൾ അവരോട് ചോദിച്ചിട്ടാ മാങ്ങ പൊട്ടിച്ച്. നെച്ചു പെട്ടെന്നൊരു കള്ളം കാച്ചി. ആണോ? അവൻ ബാക്കി 3 പേരെയും കൂർപ്പിച്ച് നോക്കി. പേടിച്ചു പോയി അവർ അറിയാതെ തലയാട്ടി. നോണ പറയുന്നോണ്ട് എന്റെ വീട്ടിൽ വന്നിട്ട് ആരോട് ചോദിച്ചിട്ടേ നിങ്ങൾ മാങ്ങ പൊട്ടിക്കുന്നത്? ആ ധ്രുവിന്റെ വീടാണെന്ന് മനസ്സിലായതോടെ 4 എണ്ണവും വായും പൊളിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നുപോയി. എന്താണ് ഈ ഉണ്ടാക്കുന്നത്? നിങ്ങളൊക്കെ നാവിറങ്ങിപ്പോയോ? ധ്രുവ് ദേഷ്യത്തോടെ ചോദിച്ചു. കണ്ണ, എന്താണ് അവിടെ ഒരു ബഹളം? പെട്ടെന്നാണ് മധ്യവയസ്കായ ഒരു സ്ത്രീ അങ്ങോട്ട് നടന്നു വന്ന് നെച്ചുവും കൂട്ടുകാരും കൗതുകത്തോടെ അവരെ നോക്കി. ഐശ്വര്യം തുളുമ്പുന്ന ഒരു അമ്മ. സ്വർണ്ണക്കരയുള്ള നല്ലൊരു കേരള സാരിയാണ് അവർ ധരിച്ചിരുന്നത്. ആ വെള്ളയും സ്വർണ്ണ നിറവും അവരുടെ മുഖത്തെ പ്രകാശത്തിന് മാറ്റുകൂട്ടിയിരുന്നു. അമ്മയെ കണ്ട് ധ്രുവ് പറഞ്ഞു. അമ്മേ, ഇങ്ങോട്ട് നോക്കി. ഈ 4 മാങ്ങക്കളികൾ ആരും വരെ അവിടെ നിന്ന് പമ്മിയൊന്ന് മാങ്ങ പൊട്ടിക്കായിരുന്നു. അമ്മ അങ്ങോട്ട് നോക്കിയപ്പോൾ കയ്യിൽ പകുതി കഴിച്ച മാങ്ങയുമായി നിൽക്കുന്ന നെച്ചുവിനെയാണ് കണ്ടത്. അവരവളെ നോക്കി വാത്സല്യത്തോടെ ചിരിച്ചു. അതോടെ 4 പേരും കടിച്ച പാതിയുമായി അയാൾ പിളിപ്പിലായി നിന്നു. എന്താ കണ്ണ നീ ഇവരോട് ഇങ്ങനെ ചൂടാവുന്നത്? ഒരു മാങ്ങയല്ലേ എടുത്ത്, അതിനാണ് ഈ ബഹളം. നീ എങ്ങോട്ടോ പോവാനിറങ്ങിയല്ലേ, പോയിക്കേ.
അമ്മ ധ്രുവിനെ സ്നേഹത്തോടെ ശകാരിച്ചു. അതിനുശേഷം അവർ നെച്ചിനോട് ചോദിച്ചു, മോളെ നിങ്ങളുടെയൊക്കെ വീട് എവിടെയാ? അത് ഞങ്ങളിവിടെ അടുത്ത് തന്നെയാ, ആനിമംഗലത്ത് വിശ്വനാഥന്റെ മോളാ ഞാൻ. നെച്ചു മറുപടി നൽകി. ആണോ? എന്നാ മോളുടെ പേര്? അമ്മ വീണ് ചോദിച്ചു. നക്ഷത്ര വിശ്വനാഥ്. നെച്ചു പറഞ്ഞു. ഓ നക്ഷത്ര, ഇവളെയൊക്കെ പിടിച്ച് നക്ഷത്രം എണിക്കണം. ധ്രുവ് വീണ്ടും കലിപ്പിൽ പറഞ്ഞു. താൻ ആരോടെ ഈ സംസാരിക്കുന്നത്? ഒരു മാങ്ങയില് പൊട്ടിച്ച്, അല്ല നിന്റെ വീട്ടിലെ സ്വർണ്ണം ഞാൻ എടുത്തോണ്ട് പോയിട്ടില്ലല്ലോ. അവന്റെ സംസാരം കേട്ട് ദേഷ്യം സഹിക്കാനാവാതെ നെച്ചു തിരിച്ചടിച്ചു. ഡേ അഹങ്കാരി, എന്റെ വീട്ടിൽ വന്ന് മാങ്ങ പൊട്ടിച്ചും പറഞ്ഞ് നിന്റെ നോക്ക്. ധ്രുവിനെ പറഞ്ഞു മുഴുവനാക്കാൻ അമ്മ സമ്മതിച്ചില്ല. കണ്ണ മതി, ആ കുട്ടികളെ വെറുതെ വിട്ടേക്ക്, മക്കൾക്ക് ഇനി മാങ്ങ വേണം. അമ്മ സ്നേഹത്തോടെ ചോദിച്ചു. അയ്യോ ഞങ്ങൾക്ക് ഇത് മതി അമ്മേ, ദിയവേഗ ഇടപെട്ട് പറഞ്ഞു. ആണോ? മക്കളും ഈ മോളുടെ വീടിനടുത്താണോ താമസം? അതേമ്മേ, ഞങ്ങളിവിടെ അടുത്ത് തന്നെയാ, ചെറുപ്പം മുതൽ ഒരുമിച്ച് ആ പഠിച്ച വളർന്നില്ല, ദിയ പറഞ്ഞു. ഞങ്ങൾ പൊക്കോട്ടെ അമ്മേ, ഞങ്ങൾക്ക് ഈ മാങ്ങയൊന്നും വേണ്ട, ഇത് ഈ കൽപ്പം പോലീസിനെ കൊടുത്തേക്ക്, ഞങ്ങൾ പോവാ. ധ്രുവിനെ നോക്കി നെച്ചു പറഞ്ഞു. അയ്യോടാ, അമ്മ പറഞ്ഞല്ലേ, മക്കൾ ആ മാങ്ങ എടുത്തോളൂ. അമ്മ സ്നേഹത്തോടെ നിർബന്ധിച്ചു. ഞങ്ങൾ പോവാമേ. അമ്മയോട് ചിരിച്ച് നെച്ചു പറഞ്ഞു. എന്നാൽ പോകുമ്പോൾ ധ്രുവിനൊന്ന് കനപ്പിച്ചു നോക്കാൻ അവൾ മറന്നില്ല. ആൾ കൂട്ടുകാരോടൊപ്പം അവിടുന്ന് നടന്നു നീങ്ങി. അവർ പോയതും അമ്മ ധ്രുവിനെ നോക്കി ചോദിച്ചു. എന്താടാ കണ്ണ, എന്തിനാ ആ കുട്ടി എങ്ങനെ പേടിപ്പിക്കുന്നത്? പാവല്ലേ അത്? അയ്യോ പാവൊന്നുമില്ല അമ്മേ, ഒരു വെടിക്കുള്ള മരുന്നുണ്ട് അതിനുള്ളിൽ, അതിന്റെ അഹങ്കാരം ഒന്ന് ശരിയാക്കാനുണ്ട്. മീശ വിരിച്ചൊരു കള്ളച്ചിരിയോടെ ധ്രുവ് പറഞ്ഞു. എന്താ മോനെ, കലിപ്പൻ്റെ ഉള്ളിൽ ആ കാന്താരി കയറി കൂടിയോ? എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ആ കുട്ടിയെ, നിന്റെ കലിപ്പിന് പറ്റിയ കാന്താരി തന്നെയാ അവള്. അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആ കാന്താരിയുടെ എല്ല് ഞാൻ ഊരും. അവൾ തമാശയോടെ പറഞ്ഞു. എന്നാ പിന്നെ വൈകിക്കണ്ട, അവളുടെ വീട്ടിൽ പോയി നമുക്ക് പെണ്ണി ചോദിച്ചാലോ? അമ്മ ചോദിച്ചു. അയ്യോ അതൊക്കെ പിന്നെ നോക്കാമേ, സൾഫ്യൂരിക് ആസിഡ് കയ്യും കാലം വെച്ച് പോലത്തെ മുതലാവള്, പെട്ടെന്ന് പോയ അവളെന്നെ പിരിച്ചു കളയും. ധ്രുവ് കള്ളച്ചിരിയോടെ പറഞ്ഞു. മകന്റെ മറുപടി കേട്ട് അമ്മയും ചിരിയോടെ തലയാട്ടി. ധ്രുവിന്റെ വീട്ടിൽ നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ടു ഓടി അവിടുന്ന് കുറച്ചു ദൂരം നടന്നതിന് ശേഷമാണ് നാലെണ്ണത്തിന്റെയും ശ്വാസം നേരെ വീണ്. എന്റെ പൊന്നോ, ആ കലിപ്പം പോലീസിന്റെ വീടായിരുന്നത്, എന്റെ ആട്ടിപ്പോ പുറത്തിയാടുന്ന് തോന്നി. കാവ്യ നെഞ്ചത് കൈവച്ചുകൊണ്ട് പറഞ്ഞു. അതിനൊക്കെ ആ നെച്ചുവിനെ പറയണം, വലിയ മാങ്ങാക്കോച്ചി, ആളും തരം നോക്കാൻ മരത്തി കയറിയിരിക്കുന്നു. ഈശ്വൽ നെച്ചുവിനെ നോക്കി കണ്ണുരുട്ടി. എനിക്കറിയാതെ ആ കാലിന്റെ വീടാണെന്ന്, പിന്നെ ഞാനാണ് അങ്ങോട്ട് നോക്കാൻ പറഞ്ഞ്, നീയല്ലേ മാങ്ങ കണ്ടുപിടിച്ച്, എന്നെ മാത്രം കുറ്റം പറയണ്ട. നെച്ചു ചുണ്ടുപിണറ്റി പറഞ്ഞു. ആര് കണ്ടുപിടിച്ചാലും അമ്മ അവിടെ വന്ന ഭാഗ്യമായി, ഇല്ലെങ്കിൽ ആ സിനിമ നമ്മളെ നീ ജീവനോട് തോലിപ്പുറത്ത് തൂക്കിയേനെ. പക്ഷേ നെച്ചു, നീ ഇപ്പോഴും ആ കലിപ്പിനോട് കട്ടക്ക് തർക്കതരം പറയുന്നുണ്ടല്ലോ. നീ അത്ഭുതത്തോടെ പറഞ്ഞു. അവനാരി വലിയ കൊമ്പത്തെ പോലീസാണോ? എന്റെ കയ്യിൽ നീ കിട്ടുവാനെ. നെച്ചു ദേഷ്യത്തോടെ പല്ലിറങ്ങി. ആ കിട്ടും, അടുത്ത തവണ കിട്ടുമ്പോൾ നമ്മളെ കൂടി ലോക്കപ്പിലാക്കരുത്, പുണ്യവതി മോളെ. കാവ്യ കൈകൂപ്പി പറഞ്ഞു. നാലുപേരും ഒന്ന് ചിരിച്ചു. ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി. കോളേജിലെ ക്ലാസ്സുകളും പ്രൊജക്ടുകളുമായി നെച്ചുവും കൂട്ടുകാരും തിരക്കിലായി. മാങ്ങ പൊട്ടിക്കൽ കേസിന് ശേഷം ധ്രുവിനെ വഴിയിലൊന്നും അധികം കണ്ടതുമില്ല. അതുകൊണ്ട് തന്നെ നെച്ചു പതുക്കെ ആ സംഭവം മറന്നു തുടങ്ങി. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി. കാത്തിരിപ്പുകൾക്കൊടുവിൽ നാട്ടിലെ ഉത്സവക്കാലമെത്തി. നാടും നാട്ടുകാരും ഒരേ മനസ്സോടെ ആ ഉത്സവത്തെ വരവേറ്റു. ഇത്തവണ ഉത്സവത്തിന് പോകാൻ ആ നാൽവർ സംഘം ഒരേപോലെയുള്ള വസ്ത്രമാണ് തെരഞ്ഞെടുത്ത്. എല്ലാവരും കറുപ്പും ചുവപ്പും കലർന്ന മനോഹരമായ ധാവണി ധരിച്ചിരുന്നു. ഇഷുവും അതേ ധാവണി തന്നെയാണ് ഉടുത്തതെങ്കിലും അതിലേക്ക് പ്രത്യേകമായ ഒരു ചുവന്ന ഷാൾ കൂടി അവൾ തലയിലൂടെ പുതച്ചിട്ടുണ്ടായിരുന്നു. ഒരുക്കങ്ങൾ നീണ്ടുപോയപ്പോൾ കൂട്ടത്തിൽ ഒടുവിലത്തെ വീട്ടിൽ നിന്ന് നെച്ചു വിളിച്ചു ചോദിച്ചു. ഐഷുമ, ഇഷുവിന്റെ ഒരുക്കി ഇതുവരെ കഴിഞ്ഞില്ലേ? അടുത്തടുത്തായിരുന്നു അവിടെ നാലുപേരുടെയും വീടുകൾ. ആദ്യം ദിയയുടെ വീട്, തൊട്ടടുത്ത് കാവ്യയുടേത്, അതിനുശേഷം നമ്മുടെ നെച്ചുവിന്റെ വീട്, ഏറ്റവും ഒടുവിലായി ഇഷുവിന്റെ വീടും. വീടുകൾ നാലാണെങ്കിലും ഒരേ ഒരു കുടുംബം പോലെയായിരുന്നു അവർ കഴിഞ്ഞിരുന്നത്. നെച്ചുവിന്റെ ചോദ്യം കേട്ട അകത്തുനിന്ന് ഐഷുമ വിളിച്ചു പറഞ്ഞു. എന്റെ നെച്ചുമോളെ, ഇവിടെ ഒരുക്കി ഇതുവരെ തീർന്നിട്ടില്ലാന്നേ. അപ്പോഴേക്ക് റൂമിൽ നിന്ന് ഇഷുവിന്റെ മറുപടി എത്തി. എന്റെ ഉമ്മച്ചി, എന്റെ ഉരുക്കൊക്കെ കഴിഞ്ഞു, നജുസേ ദാ വരുന്നു. അപ്പോഴേക്കും ദിയയും കാവ്യയും അവിടെ എത്തിക്കഴിഞ്ഞിരുന്നു. അങ്ങനെ കറുപ്പിലും ചുവപ്പിലും തിളങ്ങിയ 4 കൂട്ടുകാരികൾ ഒന്നിച്ച് ആഹ്ലാദത്തോടെ പൂരപ്പറമ്പിലേക്ക് യാത്രയായി. കറുപ്പിലും ചുവപ്പിലും തിളങ്ങി പൂരപ്പറമ്പിലേക്ക് നടക്കുമ്പോൾ 4 പേരുടെയും മനസ്സിൽ ഉത്സവത്തിന്റെ മേളക്കൊഴുപ്പായിരുന്നു. പൂരപ്പറമ്പിലെത്തിയതോടെ അവരുടെ ആവേശം ഇരട്ടിച്ചു. ജനക്കൂട്ടവും പലവർണ്ണ വിളക്കുകളും നാദസ്വരത്തിന്റെ ശബ്ദവുമെല്ലാം ചേർന്ന് അവിടെ ഒരു യഥാർത്ഥ ഉത്സവ പ്രതീതി തന്നെ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. പെൺകുട്ടികൾ നേരെ വെച്ച് പിടിച്ച് വളക്കടയിലേക്കാണ്. പല നിറത്തിലുള്ള കുപ്പിവളകളും ചാന്തുപൊട്ടുകളും മാലകളും ഒക്കെ മാറി മാറി നോക്കി വാങ്ങുന്നതിനിടയിലാണ് നെച്ചുവിന്റെ മൂക്കിലേക്ക് ആ കൊതിപ്പിക്കുന്ന മണ്ണ് അടിച്ചു കയറിയത്. ആൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. അവിടെയതാ ഒരു തട്ടുകടിയിൽ ചൂടുപോയുന്ന ജിലേബികൾ എണ്ണയിൽ നിന്നും കോരി മാറ്റുന്നു. അത് കണ്ട് നെച്ചുവിന്റെ വായിൽ കപ്പിലോടിക്കാനുള്ള വെള്ളം വന്ന് കഴിഞ്ഞിരുന്നു. ആൾ ദിയയുടെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു. നല്ല ഫ്രഷ് ചൂട് ജിലേബി, വാ നമുക്ക് അങ്ങോട്ട് പോവാം. കൂട്ടുകാരികൾക്ക് മറുത്തൊന്നും പറയാറുണ്ടായിരുന്നില്ല. 4 പേരും കൂടി ആ തട്ടുകടയിലേക്ക് ചെന്നു. നല്ല ചൂടുള്ള ജിലേബി വാങ്ങി കഴിച്ചു.
ജിലേബിയുടെ മധുരം ആസ്വദിച്ചതിന് ശേഷം ചൂടിൽ നിന്ന് അല്പം ആശ്വാസം കിട്ടാൻ നേരെ ഒരു ഐസ്ക്രീം ബാറിലേക്കാണ് അവർ വെച്ചു പിടിച്ച്. ഐസ്ക്രീം കഴിഞ്ഞ് പൂരപ്പറമ്പിലൂടെ അവർ വീണ്ടും നടന്നു. പെട്ടെന്നാണ് ഉച്ചഭാഷണിലൂടെ അനൗൺസ്മെന്റ് ഉയർന്നത്. സദ്ഗുരുക്കളുടെ അനുഗ്രഹത്തോടെ ഈ വർഷത്തെ ഉത്സവത്തോടനുബന്ധിച്ച് ഗാനമേള ആരംഭിക്കുകയായി. സംഗീത നിയമങ്ങളോടൊപ്പം തരണമാണ് മനോട് തീർക്കുന്ന പൂത്തകൾ തട്ടിക്കേൾക്കുന്ന ഹിമ ബിന്ദുക്കളുടെ മനത്താർത്തങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലുള്ള ഘട്ടങ്ങളിലേക്ക് സംഗീതത്തിന് മധുമാരി പൊഴിക്കുന്ന ഒരുപടി അനുശോചനമായി നമ്മുടെ പ്രിയപ്പെട്ട ഗായകർ. ഗാനമേള തുടങ്ങാനായി, ഗാനമേള എന്ന് കേട്ടതും നെച്ചും കൂട്ടി ആവേശത്തോടെ സ്റ്റേജിന് മുന്നിലേക്ക് ഓടി. തിരക്ക് കൂടുന്നതിന് മുമ്പ് തന്നെ സ്റ്റേജിന് മുമ്പിൽ സുരക്ഷിതമായ ഒരു ഇടം കണ്ടെത്തി അവർ 4 പേര് മുന്നിൽ തിരഞ്ഞ് സ്ഥാനം പിടിച്ചു. തങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകൾ കേൾക്കാനുള്ള കാത്തിരിപ്പിലാണ് അവരിപ്പോൾ. എന്നാൽ ആ പൂരപ്പറമ്പിൽ തങ്ങൾ കാത്തിരിക്കുന്ന മറ്റൊരു സർപ്രൈസിനെ കുറിച്ച് അവരപ്പോഴും അറിഞ്ഞിരുന്നില്ല. ഗാനമേള തകർത്ത് മുന്നേറുകയായിരുന്നു. പാട്ടിന്റെ താളത്തിനൊത്ത് നെച്ചും കൂട്ടുകാരും കൈയടിച്ചും പാടിയും ആസ്വദിക്കുകയാണ്. എന്നാൽ അല്പം മാറിയെന്ന് ജനക്കൂട്ടത്തെയും ഗാനമേളയെ ഒരേപോലെ ശ്രദ്ധിക്കുന്ന ഒരാളുണ്ടായിരുന്നു അവിടെ. നല്ല കടം ചുവപ്പ് ഷർട്ടും അതിന് ചേരുന്ന വെള്ള കസവും മുണ്ടുമെടുത്ത് കൈകൾ കെട്ടി നിൽക്കുന്ന ആളെ കണ്ടാൽ തന്നെ ഒരൊറ്റ നോട്ടത്തിൽ മനസ്സിൽ പതിയും. അത് നമ്മുടെ ധ്രുവായിരുന്നു. അവന് ASP ആണെങ്കിലും സ്വന്തം നാട്ടിലെ പൂരമായതുകൊണ്ട് ഒഫീഷ്യൽ ലുക്കൊക്കെ മാറ്റിവെച്ച് ഒരു സാധാരണക്കാരനായി പൂരം കാണാൻ ഇറങ്ങിയതായിരുന്നു. അവന്റെ കൂടെ കസിൻ വിഷ്ണു ഉണ്ടായിരുന്നു. ആള് നല്ലൊരു ഒന്നാന്തരം കോഴിയാണെങ്കിലും പാവത്താനാ. ആളുകൾക്കിടയിലൂടെ നോക്കുമ്പോഴാണ് കറുപ്പും ചുവപ്പും ദാവണി ധരിച്ച് മുടിയിൽ മുല്ലപ്പൂവും ചൂടി കൂട്ടുകാരോടൊപ്പം ചിരിച്ചുല്ലസിക്കുന്ന അച്ചുവിനെ ധ്രുവ് കണ്ടത്. പൂരപ്പറമ്പിൽ ആ വിളക്കോടെ വെളിച്ചത്തിൽ ആളൊരു നക്ഷത്രം പോലെ തിളങ്ങുന്നുണ്ടായിരുന്നു. മുമ്പ് മാങ്ങ മോഷ്ടിക്കാൻ വന്ന ആ കാന്താരിയെ ഈ നാടൻ വേഷത്തിൽ കണ്ടപ്പോൾ ധ്രുവിന്റെ കടുപ്പമുള്ള കണ്ണുകളിൽ ആദ്യമായി ഒരു പ്രണയഭാവം മിന്നിമറഞ്ഞു. ചുണ്ടിൽ അറിയാതെ ഒരു കള്ളച്ചിരി വിരിഞ്ഞു. അവൻ പതുക്കെ മീശയൊന്ന് പിരിച്ച് അവളെ തന്നെ നോക്കി നിന്നു. എന്താണോ മോനെ അങ്ങോട്ടൊരു നോട്ടം? വിഷ്ണു ധ്രുവിന്റെ നോട്ടം ശ്രദ്ധിച്ച് ചോദിച്ചു. അപ്പോഴാണ് ഒരേപോലെയുള്ള ദാവണിയെടുത്ത് 4 പേരെ അവൻ കണ്ടത്. പെട്ടെന്നാണ് ലക്ഷ്മി അപ്പച്ചി ധ്രുവിന്റെ അമ്മ മുമ്പ് പറഞ്ഞ 4 മാങ്ങ പൊട്ടിക്കാൻ വന്ന കാന്താരികളെ കുറിച്ച് വിഷ്ണു ഓർത്ത്. എടാ മോനെ ധ്രുവകൃഷ്ണ, ഇതിലേതാടാ കാന്താരി മുളക്? ധ്രുവിനെ നോക്കി കള്ളച്ചിരിയോടെ വിഷ്ണു ചോദിച്ചു. മെല്ലെ ഒന്ന് ചിരിച്ചുണ്ടാവും നെച്ചുവിനെ ചൂണ്ടിക്കാണിച്ചു. ആളുകളാലോ അപ്പച്ചി പറഞ്ഞനുസരിച്ച് നോക്കിയാണെങ്കിൽ മോനെ ധ്രുവ, അവള് നിന്നെ കൊണ്ട് ഞാൻ വരപ്പിക്കും. വിഷ്ണു കളിയാക്കി പറഞ്ഞു. ഒന്ന് പോടാ. ധ്രുവ അവനെ തള്ളി പറഞ്ഞു. പാട്ടിൽ ലയിച്ചിരുന്ന നെച്ചുവിന് പെട്ടെന്ന് ആരോ തന്നെ നോക്കുന്നുണ്ടെന്ന് തോന്നി ആ വശത്തേക്ക് തിരിഞ്ഞു. അവിടെ ആളുകളുടെ നടുവിൽ നിൽക്കുന്ന ധ്രുവിനെ കണ്ടതും അവളുടെ പാട്ടും ചിരിയൊക്കെ പാതി വഴിയിൽ നിന്നു. ചുവപ്പ് ഷർട്ടിൽ അവൻ ഇത്രയും ഹാൻസമാണെന്ന് അവൾട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. ആ നിമിഷം അവൾ അറിയാതെ അവനിൽ നോക്കി തറഞ്ഞു നിന്നുപോയി. അവനാണെങ്കിൽ പ്രണയഭാവത്തോടെ അവളെ തന്നെ നോക്കി നിൽക്കുകയാണ്. പെട്ടെന്ന് അച്ചു കണ്ണുവെട്ടിച്ച് ഈ കോന്തനെന്തിനാ എങ്ങനെ നോക്കുന്നു എന്ന് സ്വയം പിറുവിറുത്തു. മക്കളെ അങ്ങോട്ട് നോക്കിയേ, ആ കാലം പോലീസ്. നെച്ചു കൂട്ടുകാരോട് പതുക്കെ പറഞ്ഞു. അവരങ്ങോട്ട് നോക്കിയപ്പോൾ നെച്ചുവിനെ തന്നെ നോക്കി നിൽക്കുന്ന ധ്രുവിനെ കണ്ടു. എന്റെ പൊന്നു നെച്ചു, നീ നിന്റെ വായൊന്ന് അടക്കി വെക്കുവോ, ഇല്ലെങ്കിൽ അയാൾ നിന്നെ പിടിച്ച് ലോക്കപ്പിലിടും, കാവ്യ പേടിയോടെ പറഞ്ഞു. കൂടെ ഒരു ഗിരിരാജ് കോഴിയുണ്ടല്ലോ, എന്താടി അവനിങ്ങനെ നോക്കിക്കുന്നേ? ദീപ് ചോദിച്ചു. പൊന്നെ, നിങ്ങൾ അങ്ങോട്ട് നോക്കണ്ട നെച്ചു, നിന്നോട് പ്രത്യേകിച്ച് പറയുന്നത്. നീ നിന്റെ നാവ് ഒതുക്കി വെച്ചോ, ഈശൽ മുന്നറിയിപ്പ് നൽകി. അതിന് ഞാനും തീട്ടാ, ആ കോന്ന വെറുതെ ഇങ്ങോട്ട് ചൊറിയുമല്ലേ, നെച്ചു ദേഷ്യത്തോടെ പറഞ്ഞു. ഗാനമേള കഴിഞ്ഞോടെ പൂരപ്പറമ്പിൽ പെട്ടെന്ന് തിരക്കുവല്ലാ കൂടി. ആളുകൾ കൂട്ടത്തോടെ പുറത്തേക്ക് നടക്കാൻ തുടങ്ങിയപ്പോൾ പെൺകുട്ടികൾ 4 പേര് ആ തിരക്കിൽപ്പെട്ടു. പെട്ടെന്ന് ആരോ വന്ന് ശക്തമായി തള്ളിയതും ബാലൻസ് സെറ്റ് നച്ചു പിന്നോട്ട് മറന്നു വീഴാൻ പോയി. പേടിയോടെ അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു. എന്നാൽ അവൾ ആ മണ്ണിലേക്ക് വീണില്ല. ശക്തമായ ഒരു കൈ അവിടെ അരയിലൂടെ ചുറ്റിപ്പിടിച്ച് ഒരൊറ്റ വലിക്ക് അവളെ നെഞ്ചിലേക്ക് ചേർത്ത് നിർത്തിയിരുന്നു. നെച്ചു പതുക്കെ കണ്ണുകൾ തുറന്നു. പൂരപ്പറമ്പിലെ ലൈറ്റുകളുടെ നേരിയ വെളിച്ചത്തിൽ ധ്രുവിന്റെ കടുപ്പമുള്ള പ്രണയക്കണ്ണുകൾ തൊട്ടു മുന്നിൽ. അവന്റെ ഷർട്ടിൽ നച്ചുവിന്റെ കൈകൾ അറിയാതെ മുറുകി. അവന്റെ ശരീരത്തിൽ നിന്ന് ഉയർന്ന നേരിയ പെർഫ്യൂമിന്റെ മണവും പ്രണയം തുളുമ്പുന്ന ആ നോട്ടവും അവളെ ആകെ തളർത്തുന്ന പോലെ തോന്നി. ചുറ്റുമുള്ള ജനക്കൂട്ടത്തിന്റെ ബഹളമൊന്നും അവരിപ്പോൾ കേൾക്കുന്നുണ്ടായിരുന്നില്ല. പൂരപ്പറമ്പിൽ ആ തണുത്ത കാറ്റിൽ അവരുടെ ഹൃദയമിടിപ്പുകൾ പരസ്പരം കോർത്ത് കിടന്നു. ധ്രുവ അവളുടെ മുഖത്തേക്ക് വീണ് കിടന്ന കുറച്ച് മുടിയിഴകൾ പതുക്കി ഒതുക്കി വെച്ചുകൊണ്ട് വളരെ ശാന്തമായി താഴ്ന്ന സ്വരത്തിൽ ചോദിച്ചു. നോക്കി നടക്കണടി കാന്താരി, വീണിരുന്ന പിന്നെ എങ്ങനെയാ കണ്ടവരുടെ വീട്ടിൽ മാങ്ങ മോഷ്ടിക്കാൻ പറ്റുമോ? ഒരു കള്ളച്ചിരിയോട് അവൻ ചോദിച്ചപ്പോൾ നച്ചു ആ കിളിപോയ അവസ്ഥയിൽ അവൻ തന്നെ നോക്കിയായിരുന്നു. പെട്ടെന്ന് ധ്രുവ അവളെ നേരെ നിർത്തി മുഖത്ത് ആ പഴയ കള്ളച്ചിരി വരുത്തിക്കൊണ്ട് പറഞ്ഞു. പിന്നെ ഈ ദാവണി വേഷത്തിൽ തന്നെയല്ലേ താൻ മാങ്ങ കൂട്ടിക്കാൻ വരേണ്ടിയിരുന്നത്? എങ്കിൽ ഞാൻ മാങ്ങയോടൊപ്പം തന്നെ അറസ്റ്റ് ചെയ്ത് എന്റെ വീട്ടിലെ ലോക്കപ്പിലാക്കുമായിരുന്നു. അവന്റെ ശബ്ദത്തിലെ ആർദ്രത, വശ്യത നച്ചുവിനെ അത്ഭുതപ്പെടുത്തി. എപ്പോഴും ദേഷ്യപ്പെടുന്ന ആ കലിപ്പൻ പോലീസാണോ തന്നോട് ഇത്രയും സ്നേഹത്തോടെ സംസാരിക്കുന്നതെന്ന് അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ആദ്യമൊന്ന് പകച്ചിരുന്നെങ്കിലും പെട്ടെന്ന് അവൾ വസ്ത്രമൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് മുഖത്തെ ഭാഗം മറച്ചു വെക്കാൻ ദേഷ്യം അഭിനയിച്ചുകൊണ്ട് പറഞ്ഞു. നിർത്തണോ,
തന്നോട് ആരാടോ എന്നെ പിടിക്കാൻ പറഞ്ഞേ? ഞാൻ പറഞ്ഞോ? ഓ, ഇപ്പൊ രക്ഷിച്ചാണോ തെറ്റ്? വല്ലാതെ പ്രകടനം കാട്ടല്ലേ മോളെ. ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞ എന്റെ വീട്ടിലെ ലോക്കപ്പിലേക്ക് കൊണ്ടുപോകും ഞാൻ. ധ്രുവ് മീശയൊന്ന് പിടിച്ച് കള്ളച്ചിരിയോടെ പറഞ്ഞു. നിന്നെ ഞാൻ എന്ന് പറഞ്ഞ് ധ്രുവിന്റെ അടുത്തേക്ക് വഴക്കിടാൻ പോയ നച്ചുവിനെ വിഷ്ണു തടഞ്ഞു. എന്റെ പൊന്നു പെങ്ങളെ, എവിടെ കിടന്ന് അടികൂടിയ ആൾക്കാർ ശ്രദ്ധിക്കും. ഒന്നെത്തി വീട്ടിൽ പോ പെങ്ങളെ. ആ പറയും നീ ആരടാ? നച്ചു വിഷ്ണുവിന്റെ നേരെ തിരിഞ്ഞു. സുഭാഷ് പൊളിച്ചു. എനിക്ക് എന്തിന്റെ കേടായിരുന്നു? വിഷ്ണു സ്വയം തലയിൽ കൈവച്ചു. ധ്രുവാണെങ്കിൽ നച്ചുവിനെ തന്നെ നോക്കി വശ്യമായൊരു ചിരിച്ചിരിക്കുകയായിരുന്നു. ദിയ വന്ന് നച്ചു മാറ്റി നിർത്ത്, നമുക്ക് പോവാം എന്ന് പറഞ്ഞ അവളെ വലിച്ചുകൊണ്ടാകാൻ നോക്കി. കാവ്യവിശലും ധ്രുവിനോട് പോയി വരാമെന്ന് ആംഗ്യം കാണിച്ചു. സൂക്ഷിച്ചു പോയിക്കോണം ധ്രുവ അവരോടായി പറഞ്ഞു. എന്നിട്ട് നച്ചുവിന്റെ അടുത്തേക്ക് ഒരു പടി കൂടി ചേർന്ന് നിന്ന് മറ്റാരും കേൾക്കാതെ പതുക്കെ മന്ത്രിച്ചു. സൂക്ഷിച്ചു പോണം നക്ഷത്ര, കലിപ്പൻ പോലീസ് നിന്റെ പിന്നാലെ തന്നെയുണ്ട്. ആൾ ദേഷ്യം കൊണ്ട് പല്ലടിച്ചു. വല്ലാതെ പല്ലടിച്ചു കൂട്ടിക്കണ്ട, ഏതു നേരം എന്തെങ്കിലും കുത്തിക്കയറ്റാനുള്ളല്ലേ. നച്ചുവിനെ നോക്കി ധ്രുവ് വീണ്ടും കളിയാക്കി. ഡോ എന്ന് പറഞ്ഞ് നച്ചു തിരിഞ്ഞെങ്കിലും ആള് മുഴുവൻ കേൾക്കാൻ സമ്മതിക്കാതെ ദിയു വലിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. മക്കളെ, പോകുന്ന വഴിക്ക് പടക്കത്തിന്റെ അടുത്തുകൂടി പോകണ്ട. നിങ്ങളുടെ കൂടെയുള്ള സൾഫ്യൂരിക് ആസിഡ് അല്ലേ, പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. ധ്രുവ് കൂട്ടുകാരോട് നവണ്ണം വിളിച്ചു പറഞ്ഞു. അതും പറഞ്ഞൊരു കള്ളച്ചിരിയോടെ കസവ് മുന്നിന്റെ തലപ്പൊന്നൊതുക്കി ധ്രുവ് നടന്നു നീങ്ങി. അവൻ പോകുന്നു നോക്കി നച്ചു ദേഷ്യത്തോടെ പല്ലടിച്ചു. മോളെ നച്ചു, നിന്നോട് ആ SP എന്തോ ഇത് ഉണ്ട് കേട്ടോ, കാവ്യ വഴി നടക്കുന്നതിൽ പറഞ്ഞു. അതെ അതെ, ഈശലും തീ അത് ശരിവെച്ചു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവിടെ തന്നെ ഇരിക്കട്ടെ, എൻ്റെ അടുത്ത് നടക്കില്ല. അയാളുടെ ഒരു ചൊറിയ സ്വഭാവം നച്ചു ദേഷ്യത്തോടെ പറഞ്ഞു. മതി, വാ പോവാം. കൂട്ടുകാരികൾ അവളെയും വലിച്ച് വീട്ടിലേക്ക് നടക്കുമ്പോഴും നച്ചുവിന്റെ മനസ്സ് മുഴുവൻ പൂരപ്പറമ്പിൽ നടന്ന ആ നിമിഷങ്ങളിൽ തന്നെയായിരുന്നു. പൂരപ്പറമ്പിൽ ആ സമ്പത്തിന് ശേഷം നച്ചുവിന് ധ്രുവിനോടുള്ള കലിപ്പ് രട്ടിച്ചിരുന്നു. തന്റെ കൂട്ടുകാരുടെയും നാട്ടുകാരുടെയും വിളിച്ച് കളിയാക്കിയ ആ കലിപ്പൻ പോലീസുകാരനോട് എങ്ങനെയെങ്കിലും പകരം വീണമെന്ന ചിന്ത മാത്രമായിരുന്നു അവിടെ തലയിൽ. അതിനുള്ള അവസരം വളരെ പെട്ടെന്ന് തന്നെ നച്ചുവിനെ തേടിയെത്തുകയും ചെയ്തു. അടുത്ത ചൊവ്വാഴ്ച കോളേജ് വിട്ട് നച്ചുവും കൂട്ടുകാരൻ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുകയായിരുന്നു. അപ്പോഴാണ് റോഡരികിൽ ധ്രുവിനെ കണ്ടത്. വെള്ള പാന്റും നീല ഷർട്ടുമായിരുന്നു അവന്റെ വേഷം. കൂടെ ഒരു വാല് പോലെ അവന്റെ കസിൻ വിഷ്ണു ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും അടുത്തുള്ള ഒരു കടയിലേക്ക് കയറി പോകുന്നത് നച്ചുവിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. തൊട്ടപ്പുറത്തായി ധ്രുവിന്റെ മഹീന്ദ്ര താർ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അമ്മയുടെ ജന്മദിനായതുകൊണ്ട് അന്ന് ധ്രുവ് ലീവിലായിരുന്നു. താർ എന്ന് കണ്ടതും നച്ചുവിന്റെ ഉള്ളിലെ കുറുമ്പുണർന്നു. അവളുടെ ചുണ്ടിലൊരു വില്ലൻ ചിരി വിരിഞ്ഞു. എടി, ദാ കിടക്കുന്ന ആ കാലിന്റെ വണ്ടി. നച്ചു തന്റെ കൂട്ടുകാരികളെ താറ് കാണിച്ചു കൊടുത്തു. അതിനെന്താ നച്ചു, നമുക്ക് വേഗം ബസ് കയറി പോവാം. വണ്ടിയുടെ ഉടമസ്ഥൻ ആരാണ് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് കാവിക്കപ്പോഴേ പേടി തുടങ്ങി. അങ്ങനെ പോയാൽ എങ്ങനെയാ? അന്ന് തന്നെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് സൾഫ്യൂരിക് ആസിഡ് എന്ന് വിളിച്ചതിന് പണി കൊടുക്കണ്ടേ? നിങ്ങളവിടെ കാവൽ നിൽക്ക്, ഞാൻ അതാ വരുന്നു. നെച്ചൊട്ടും വൈകിപ്പിക്കാതെ തന്റെ ബാഗിൽ നിന്ന് ഒരു ചെറിയ സേഫ്റ്റി പിൻ കയ്യിലെടുത്തു. വേണ്ട നെച്ചു, പണി വാളും, അയാളൊരു പോലീസുകാരൻ കേട്ടോ, മറക്കണ്ട. ദിയ തടയാൻ നോക്കിയെങ്കിലും നെച്ചു അത് കേട്ട ഭാവം നടിച്ചില്ല. അവൾ മേലെ ചുറ്റും നോക്കി. ആരും കാണാതെ വണ്ടിയുടെ കറുത്ത ടയറിന്റെ അരിയിലേക്ക് നീങ്ങി. പതിയെ താഴെയിരുന്ന് ടയർ വാൽവിന്റെ ക്യാപ്പൂരി ആ പിന്നു വെച്ച് ഉള്ളിലേക്ക് കുത്തിപ്പിടിച്ചു. ഷൂ എന്ന ശബ്ദത്തോടെ ടയറിലെ കാറ്റ് പുറത്തേക്ക് വരാൻ തുടങ്ങി. ഈശ്വരൻ തീയും പേടിയോടെ അവളെ വിളിച്ചു. എന്താടി, ഇതിന്റെ മൊത്തം കാറ്റ് കളഞ്ഞിട്ട് ഞാൻ വരും, ആ കാലിനിട്ട് അത്രയെങ്കിലും ചെയ്യണം. അത്രയും പറഞ്ഞ് അവൾ അടുത്ത ടയറിലേക്ക് കൈവെക്കാൻ ഒരുങ്ങി. പെട്ടെന്ന് ഇടിവെട്ടുന്ന പോലെയുള്ള അലച്ച കേട്ടാണ് നച്ചു ഞെട്ടിത്തിരിഞ്ഞ് നോക്കിയത്. അവിടെ ദേഷ്യം കൊണ്ട് കനലായ കണ്ണുകളോടെ ധ്രുവ് നിൽപ്പുണ്ടായിരുന്നു. കടയിൽ കയറിയപ്പോൾ ഫോൺ എടുക്കാൻ മറന്നോർത്ത് അതെടുക്കാൻ തിരികെ വന്നപ്പോഴാണ് അവൻ ഈ കാഴ്ച കണ്ടത്. 4 പേരും സിനിമക്കൂട്ടിൽപ്പെട്ട പോലെ ഞെട്ടിത്തരിച്ച് നിന്നു. മോളെ നച്ചു, നീ തീർന്നെടി, തീർന്നു. ദിയ പതിയെ മന്ത്രിച്ചു. എന്റെ തീയ അന്തം വിട്ട് കൈ ഇങ്ങോട്ട് വാ, ഇല്ലെങ്കിൽ ആ കുരിപ്പിനെ അയാൾ വറുത്തെടുക്കും. ഈശല് പേടിയോടെ പറഞ്ഞു. അത് സർ, ഞങ്ങൾ. ദിയും കാവ്യ ഈശലും ഭയം കൊണ്ട് വിറക്കാൻ തുടങ്ങി. ധ്രുവ അവരെ കടുപ്പിച്ചോ നോക്കിയതും 3 പരിങ്ങിന്ന് പോയി. നിന്നോട് ആരടിക്കുള്ളേ എന്റെ മണിയുടെ കാറ്റടിച്ചു വിടാൻ പറഞ്ഞ്? ധ്രുവ് നെച്ചുവിന് നേരെ തിരിഞ്ഞെന്ന് ആക്രോശിച്ചു. നെച്ചു ആദ്യമൊന്നും ഭയന്നെങ്കിലും പെട്ടെന്ന് തന്നെ മുഖത്ത് വ്യാജമായ ധൈര്യം വരുത്തി പറഞ്ഞു. ഞാനൊന്നും ചെയ്തില്ല, വണ്ടിക്കൊണ്ടേ കാറ്റിലായിരിക്കും, വെറുതെ എന്റെ തല്ലി കെട്ടിവെക്കാൻ നോക്കലേ സാറേ. ആണോ? എങ്കിൽ നിന്റെ കയ്യിലിരിക്കുന്ന പിന്നെന്താ? എന്റെ വണ്ടി നശിപ്പിച്ചിന് ഇപ്പൊ തന്നെ എനിക്ക് അകത്തിടാം. ധ്രുവ് സ്വരം കടുപ്പിച്ചു. അയ്യടാ, അതിനിത് പോലീസ് വണ്ടി എന്നറിയല്ലോ, പിന്നെ നിങ്ങളെങ്ങനെ എന്നെ അകത്തിടും? അതിന് നിങ്ങളുടെ കയ്യിലെന്താ തെളിവ്? നെച്ചു വിട്ടുകൊടുക്കാതെ കയർത്ത് സംസാരിച്ചു. ഓ, നിനക്ക് തെളിവ് വേണല്ലേ? ഞാൻ തരാടി. ഒരു കള്ളച്ചിരിയോടെ അവനോട് അടുത്തേക്ക് നടന്നു വന്നു. എന്താ എന്താ? അവന്റെ വരവ് കണ്ട് പതിരിപ്പോയ അവൾ ഒരടി പിന്നോട്ട് വെച്ചു. തുടരും ഈ കഥയുടെ അവസാന ഭാഗം നാളെ ഇതേ സമയം.